നമുക്കിന്ന് നല്ലൊരു നെയ്പത്തിരി ഉണ്ടാക്കാവേ. അതും അരിയൊന്നും അരച്ച് കഷ്ടപ്പെടാതെ അരിപ്പൊടി ഉപയോഗിക്കാതെ പുട്ടുപൊടി ഉപയോഗിച്ചിട്ട് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും കൂടിപ്പോയ ഒരു 10-15 മിനിറ്റ് അതിനുള്ള റെഡിയാക്കി എടുക്കാവേ. ഇതേപോലെ നന്നായിട്ട് വീർത്ത് ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത പത്തിരി തന്നെയാണ്. മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടാവും. മിക്സിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് പുട്ടുപൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ അജ്മിയുടെ പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുങ്ങ് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇതേപോലെ നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളം 1 കപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എത്രയാണോ പുട്ടുപൊടി എടുത്ത അത്രയും തന്നെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് പുട്ടുപൊടിയൊക്കെ നന്നായിട്ട് ഒന്നുങ്ങ് കുതിർന്ന് സോഫ്റ്റ് ആയി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതവിടെ കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയുടെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയതും ഒരു 4 കുഞ്ഞുള്ളിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ തന്നെ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്രയാണോ പുട്ടുപൊടി എടുത്താൽ അതിന്റെ നേർപകുതി മാത്രം തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ പതുക്കെ എല്ലാം കൂടി ഒന്നുങ്ങ് ഒതുക്കി എടുത്തുകൊണ്ട് വരാം. ഒരുപാട് അരഞ്ഞ പേസ്റ്റ് പോലെയൊന്നും ആവണ്ട. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ച് പുട്ടുപൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മതി. പതുക്കെ കൈവച്ച് ഒന്നിങ്ങ് മിക്സ് ആക്കി നമ്മൾ ഒതുക്കി വെച്ച തേങ്ങയുടെ മിക്സും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കൈവച്ച് നന്നായിട്ട് എല്ലാം കൂടി ഒന്നിങ്ങ് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ ഈ സമയത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. കൈവച്ച് നമ്മൾ മിക്സ് ആക്കി എടുക്കുമ്പോൾ നമുക്ക് അറിയാലോ വെള്ളം കുറവാണോ കൂടുതലാണോ എന്ന്. കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ഇടിയപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന ആ ഒരു പരുവത്തിൽ. എന്നാൽ അത്രയ്ക്കാണ് സോഫ്റ്റ് അല്ല. കണ്ടോ, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ആ കുഴയ്ക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. വേറെ ഓയിലൊന്നും ചേർക്കണ്ട, നെയ്യായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇനിയിപ്പോൾ സാധാരണ നമ്മൾ പൂരിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ ഇങ്ങ് പരത്തിയെടുക്കാം. ഞാൻ ഇതേപോലെ ഒരു ഷീറ്റ് ഉപയോഗിച്ചിട്ടാണോ പരത്തിയെടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പത്തിരിയൊക്കെ പരത്തുന്ന പത്തിരി പ്രസ് ഉണ്ടല്ലോ, അതിനകത്ത് പരത്തിയെടുത്താലും മതി. ഇതേപോലെ പ്ലാസ്റ്റിക്കിന്റെ ഒരു ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓയിൽ ഒന്ന് പറ്റിക്കൊടുത്ത് ഇതേപോലെ പതുക്കെ ഒരു പ്ലേറ്റ് വെച്ച് ഒന്ന് പ്രസ്സാക്കി എടുത്താൽ മാത്രം മതി. ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഷീറ്റ് എടുക്കുന്നത്. കണ്ടോ, ഇതിപ്പോ തീരെ അങ്ങോട്ട് ചെറുതല്ല, എന്നാൽ ഒരുപാട് അങ്ങോട്ട് പരന്ന് തീരെ കനം കുറഞ്ഞും പോയിട്ടില്ല. ചെറിയൊരു കനത്തിൽ തന്നെയാട്ടോ നമുക്ക് വേണ്ടത്. കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു പ്ലേറ്റ് ഉപയോഗിച്ച് ഒന്ന് റൗണ്ട് ആക്കി എടുക്കുക കേട്ടോ, ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നല്ല ചൂടായ ഓയിലിലേക്ക് ഇതേപോലെ ചേർത്ത് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം കേട്ടോ, ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അതേപോലെ തന്നെ പുട്ടുപൊടി കുഴയ്ക്കുന്ന ആ വെള്ളം നല്ല തിളച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ഇങ്ങ് വീർത്ത് നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. 2 വശവും മറിച്ചിട്ട് കൊടുത്ത് ശരിക്കും ഒന്നിങ്ങ് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇങ്ങ് എടുത്ത് മാറ്റാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെയ്പത്തിരി, അല്ലാന്നുണ്ടെങ്കിൽ പൊരിച്ച പത്തിരി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. നമ്മൾ പുട്ടുപൊടി ഒന്നിങ്ങ് കുതിർന്ന് വരാനായിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യേണ്ട സമയം അത്ര മാത്രമേ കുറച്ചധികം വേണ്ടി വരുള്ളൂ കേട്ടോ. ബാക്കി എല്ലാ പത്തിരിയും ഇതേപോലെ തന്നെ നല്ല ചൂടായ ഓയിലിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ രാവിലെയോ വൈകിട്ടോ നല്ല ചൂടോടുകൂടി നമ്മുടെ ചിക്കൻ കറിയുടെയോ മട്ടന്റെയോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫിന്റെയോ ഉരുളക്കിഴങ്ങ് കറിയുടെയോ എന്തിന്റെ കൂടെയാണെങ്കിലും ബെസ്റ്റ് കോംബോ ആയിട്ട് ട്രൈ ചെയ്യാൻ നോക്കാവുന്നതാണ്. അപ്പൊ മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കുക. നോമ്പൊക്കെ തുറക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും അടിപൊളിയായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഉള്ളൊക്കെ ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് പുറം ഭാഗമൊക്കെയാണെങ്കിലും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.